ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിനെയും കൂട്ടി കണ്ണൂരിൽ നിന്ന് ഏകദേശം കണ്ണൂരത്തേക്ക് ഒരു യാത്രയാണ്. മറ്റൊന്നുമല്ല, നല്ലൊരു സ്ഥലം കൊടുക്കുന്നുണ്ട്. ഒരു 13 സെൻറ്റ് സ്ഥലമാണ്. ഇരണാവ് കോളേജിൻ്റെ താഴെയായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. കണ്ണായ സ്ഥലം എന്നാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ മുതലാളി പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ആ സ്ഥലം നല്ല റേറ്റ് കുറഞ്ഞിട്ടാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യ കാര്യം ആയതുകൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ സ്ഥലത്തെത്തിയിട്ട് വിശദമായ വിവരങ്ങൾ നമ്മളെ ബോസ്, ഈ സ്ഥലത്തിൻ്റെ ഓണർ, നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഞാൻ സൈറ്റിലെത്തി കേട്ടോ. ഇതാണ് സൈറ്റ്. ഇങ്ങനെ ഇതാണ് റോഡ്. ഈ റോഡിൻ്റെ ഇവിടെ കാണുന്ന ഈ കോർണറിൽ കാണുന്നതാണ് സ്ഥലം. ഓക്കെ, സൈറ്റ് എങ്ങനെ ഉണ്ട്? നമ്മൾ അടിപൊളി സൈറ്റാണ് സംഭവം. ക്യാമറ ഓൺ ആയില്ല. ഇതാണ് സ്ഥലം. അപ്പോൾ നിൻ്റെ അതിരേതാ മോനെ? ഈ മാവാ ഈ മാവിൻ്റെ ആണ് സ്ഥലം അല്ലേ? വാ, ഈ മാവിൻ്റെ അതിരി ഈ തെങ്ങിൻ്റെ അല്ലേ? തെങ്ങിൻ്റെ തൊട്ടിപ്പുറത്തു നിന്നാണ് ഈ അതിര് തുടങ്ങുന്നത്. അവിടെ. അപ്പോൾ ഇത് ഇവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്. ഇവിടെ നിങ്ങൾ തുടങ്ങി ഇതാണ് ഈ സ്ഥലം. രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ റോഡ് കിട്ടും. അതാ എത്ര സെൻറ്റാണ് പറഞ്ഞത്? 13 സ്ക്വയർ ആയിട്ട് തന്നെ ഉണ്ടല്ലേ? ആ വീടിന് ചേർന്നിട്ട്. വീടിൻ്റെ മുമ്പിക്കാണ് തെങ്ങ് ലാസ്റ്റ്. തെങ്ങെല്ലാം ഇപ്പുറം തന്നെ. തെങ്ങും മാവെല്ലാം ഇപ്പുറം തന്നെ. മാവ് കാര്യങ്ങളെല്ലാം നിൻ്റെ തന്നെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് വീടെടുക്കുന്നതിൽ പ്രശ്നമില്ലാത്ത സ്ഥലമല്ലേ? കുറേ വീട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വയലാണെന്ന് വിചാരിച്ചു. അല്ലല്ലേ, ഇപ്പോൾ ഇങ്ങനെ കാട് കയറി ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇത് നടുക്കോട്ട് ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്. അപ്പോൾ നീ ഇവിടെ കല്ല് ഇറക്കിയതാ? ആരുടെ ഇത്? നിങ്ങളെ തന്നെ? ഗഡം കെട്ടാൻ വേണ്ടിയിട്ടാ അങ്ങനെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കല്ലുണ്ടല്ലേ? അപ്പോൾ ഈ ലാസ്റ്റ് കുറേ തെങ്ങുണ്ടല്ലോ അല്ലേ? സാമാന്യം 13 തെങ്ങുണ്ട്. 13 സെൻറ്റിൽ 13 തെങ്ങ് വെച്ചിട്ടുണ്ട് നിങ്ങൾ അല്ലേ? അപ്പോൾ ഈ തെങ്ങെല്ലാം നിങ്ങൾ അതിൽ പെട്ടതാ? ഏത്? ശരിക്കും അപ്പുറത്തെ തെങ്ങാണ് നിങ്ങൾ അതിൽ. എന്നിട്ട് ഇത് 13 ഉണ്ട്. നിങ്ങളെ പറമ്പത്തോട്ട് ആ റോഡ് പോയി. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ സ്ഥലത്തിന് വേണ്ടിയിട്ട് എങ്ങനെ? നമ്മളെ നാട്ടിൽ തന്നെ കൊടുത്തില്ല. നിങ്ങൾ ഈ സൈഡിലോട്ട് ഇങ്ങനെ റോഡിന് വേണ്ടിയിട്ട് കൊടുത്തു. ശരിക്കും അപ്പുറത്തെ 3 തെങ്ങ് നിൻ്റെ വീടുന്നുണ്ടാവും അല്ലേ? രണ്ട് തെങ്ങാ? ഓക്കെ ഓക്കെ. പക്ഷെ ഇപ്പം ഇനി റോഡിൻ്റെ അപ്പുറമായതുകൊണ്ട് തെങ്ങ് പറിച്ച് കാര്യമില്ല. അപ്പോൾ ഈ 13 സെൻറ്റ് സ്ഥലമാണ് എൻ്റെ സ്ഥലം അല്ലേ? അപ്പോൾ ഈ ശരിക്കും ഈ പ്രോപ്പർ സ്ഥലത്തിന് എന്താ പറയുക? ഇത് കരിക്കാട്ട് മുത്തപ്പ സ്ഥലത്തും, അതായത് നമ്മളെ കോളേജില്ലേ? കോളേജ് മുകളിൽ കോളേജ്. അത് എന്ത് കോളേജാണ്? മറ്റേ ആസ്റ്റം കോളേജ്. ആസ്റ്റം കോളേജാണ്. ആ കോളേജിൻ്റെ താഴെയായിട്ടാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? വേറെ പ്രോപ്പർ ലൊക്കേഷൻ ഇടുന്നുള്ള മുത്തപ്പൻ ക്ഷേത്രം. കരിക്കാട്ട് മുത്തപ്പൻകാവ്. കരിക്കാട്ട് മുത്തപ്പൻകാവ് അതെവിടെയാണ് വരുന്നത്? അത് നമ്മൾ കേരുന്ന ജംഗ്ഷൻ. ഓക്കെ. അപ്പോൾ ഇതുവഴി പോയാൽ മൊറായി ഹയർ സെക്കൻഡറി സ്കൂൾ. മൊറായി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇതുവഴി പോകാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഇവിടെ വന്ന് ഈ ലൊക്കേഷൻ പ്രകാരം വന്നിട്ട് നിങ്ങൾക്ക് സ്ഥലം കാണാം. കണ്ണൂർ ഇരണാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നൊരു വഴിയാണ് കരിക്കാട് മുത്തപ്പൻകാവ് ക്ഷേത്രത്തിൻ്റെ അടുത്ത്. അപ്പോൾ എന്ത് തന്നെയാലും നല്ലൊരു പ്ലോട്ടാണ്. നല്ലൊരു ഹൗസിങ്ങിന് പറ്റിയ ഒരു 2-3 വീട് എടുക്കാൻ വേണ്ടി പറ്റിയൊരു സ്ഥലം. 3 വീട് എടുക്കാം. സൈലൻ്റ് ഏരിയ ആണ്. അടുത്തടുത്ത് ഒരുപാട് വീടുകൾ ചുറ്റും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ചുറ്റും വീടുകളുണ്ട്. അതുകൊണ്ട് നല്ല തണുത്ത ഒരു അന്തരീക്ഷമുള്ളൊരു സ്ഥലമാണ്. വെള്ളത്തിന് വലിയ പ്രശ്നമില്ല, കാരണം അത്രയും ആഴം ഉണ്ടാവും. ഇത് വയലല്ല, കരപ്പുറം തന്നെയാണ്. എന്നാലും 7 കൊല ആയത്തിനാണ് വെള്ളമുള്ളത്. അങ്ങനെയുള്ള ഒരു സൗകര്യങ്ങളെല്ലാം ഈ പറമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്.
പിന്നെ ഈ ഇതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് 3. നെറ്റ് 3 നിങ്ങൾക്ക് കൈ കിട്ടണമെന്നാണ് അത് പറയണോ അല്ലേ? കൃത്യമായിട്ട് 3 രൂപയാണ് ഇവർക്ക് കൈ കിട്ടേണ്ടത്. സെൻറ്റിന് 3 രൂപ കൈ കിട്ടണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആവശ്യക്കാർ ഞാൻ ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ.